Hi guys, welcome back. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു വീഡിയോ എഡിറ്റിംഗ് സോഫ്റ്റ്വെയറിനെ പരിചയപ്പെടുത്തുകയാണ്. അപ്പോൾ വീഡിയോ എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് ആൾറെഡി ഞാൻ കുറേ സോഫ്റ്റ്വെയർസ് ഞാൻ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ എന്ന് പറഞ്ഞാൽ സോണി വേഗാസിൻ്റെ സോഫ്റ്റ്വെയറാണ്. നിങ്ങൾക്ക് കുറേ പേർക്ക് ഏകദേശം അറിയാവുന്ന ഒരു സോഫ്റ്റ്വെയർ കൂടിയാണ് സോണി വേഗാസ് എന്ന് പറയുന്നത്. ഇതൊരു കുറച്ചും കൂടി ഒരു അഡ്വാൻസ്ഡ് സോഫ്റ്റ്വെയറും കൂടിയാണ്. പക്ഷേ പ്രീമിയർ പ്രോ ആ ഒരു ഇത് വരില്ലെങ്കിലും ഒരു കുറച്ചും കൂടി നമുക്ക് ഉപയോഗിക്കാൻ കുറച്ചും കൂടി ഈസിയാണ്. പ്രീമിയർ പ്രോയെക്കാട്ടിയും കുറച്ചും കൂടി ഈസി ആൻഡ് എളുപ്പമാണ്. കുറച്ചും കൂടി ടൂൾസും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് ഇത് ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യണം എന്നുള്ള വീഡിയോ ആണ് ഇന്ന് കാണിക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടണമെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ ആൻറ്റിവൈറസ് ഡിസേബിൾ ചെയ്യണം. മാനേജ് സെറ്റിങ്സ്, ഓക്കെ, ആൻറ്റിവൈറസ് ഫസ്റ്റ് ഡിസേബിൾ ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഇൻ്റർനെറ്റ് ഡിസേബിൾ ചെയ്യണം. ഡിസേബിൾ, ഓക്കെ. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളും ആദ്യം നമ്മൾ ചെയ്തതിന് ശേഷം ഇനി നമുക്ക് ഫോൾഡർ ഓപ്പൺ ചെയ്യാം. ഓക്കെ, ഫോൾഡർ ഓപ്പൺ ചെയ്തു. ഇതാണ് സോണി വേഗസിൻ്റെ ഫയൽ. ഇത് ഏകദേശം 700 MB ആണ് ഇതിൻ്റെ സൈസ്. ഇത് നമുക്ക് ഒരു 4 GB റാമൊക്കെ ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് റൺ ചെയ്യാവുന്നതാണ്. പക്ഷേ പ്രീമിയർ പ്രോ ഒക്കെ ആണെങ്കിൽ കുറച്ചും കൂടി സ്പെക്സ് വേണ്ടി വരും. അതുകൊണ്ട് നിങ്ങൾക്ക് കുറച്ചും കൂടി ഈസി ആയിട്ട് ഇത് റൺ ചെയ്യാൻ സാധിക്കും. അപ്പോൾ നമുക്കിത് എക്സ്ട്രാക്ട് ചെയ്യാം. ഇതിൻ്റെ ഡൗൺലോഡിങ് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ്. പാസ്വേഡ് 123 എന്നാണ്. നിങ്ങൾക്ക് അതുവഴി ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. എന്തെങ്കിലും ഇഷ്യൂ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് സെക്ഷനിൽ പറയാം. നിങ്ങൾക്ക് ഇതുപോലത്തെ ഏതെങ്കിലും സോഫ്റ്റ്വെയറിൻ്റെ വീഡിയോ വേണമെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കമൻറ്റ് സെക്ഷനിൽ പറയാവുന്നതാണ്. ഓക്കെ, പിന്നെ എക്സ്ട്രാക്ഷൻ കംപ്ലീറ്റ് ആണ്. നമുക്ക് ഓപ്പൺ ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് നമ്മൾ ഈ ആപ്ലിക്കേഷൻ റൺ ആസ് അഡ്മിനിസ്ട്രേറ്റർ ഓപ്പൺ ചെയ്യുക. എസ് കൊടുക്കുക. ഓക്കെ, ഇവിടെ നമ്മൾ ലാംഗ്വേജ് സെലക്ട് ചെയ്യുക. ഇംഗ്ലീഷ് ഉണ്ട്, ഫ്രഞ്ച് ഉണ്ട്, ജർമ്മൻ ഉണ്ട്, സ്പാനിഷ് ഉണ്ട്. നമ്മൾ ഇംഗ്ലീഷ് സെലക്ട് ചെയ്ത് നെക്സ്റ്റ് കൊടുക്കുക. ഇവിടെ നമ്മുടെ ടേംസ് ആൻഡ് കണ്ടീഷൻ അക്സെപ്റ്റ് ചെയ്യുക, നെക്സ്റ്റ് കൊടുക്കുക. ഇവിടെ നമുക്ക് ഫയൽ ലൊക്കേഷൻ, നിങ്ങൾക്ക് എവിടെയാണോ ലൊക്കേഷൻ സെറ്റ് ചെയ്യേണ്ടത് ആ ലൊക്കേഷൻ നിങ്ങളിവിടെ സെറ്റ് ചെയ്യുക. ഞാനിപ്പോൾ ഡിഫോൾട്ട് ലൊക്കേഷൻ തന്നെയാണ് സെലക്ട് ചെയ്യുന്നത്, ചേഞ്ച് ഒന്നും വരുത്തുന്നില്ല. ഇൻസ്റ്റാൾ കൊടുക്കുക. ഇത് പ്രീമിയർ പ്രോ അങ്ങനത്തെ ഒരു വലിയ സോഫ്റ്റ്വെയർ പോലെ ഇൻസ്റ്റാളേഷൻ എടുക്കുന്ന ടൈം എടുക്കത്തില്ല. ഇത് പെട്ടെന്ന് തന്നെ ഇൻസ്റ്റാളായി കിട്ടുന്നതാണ്. നിങ്ങൾക്ക് കുറച്ചും കൂടി ഈസി ആയിട്ട് പെട്ടെന്ന് ഇൻസ്റ്റാൾ ചെയ്ത് എടുക്കാനും പറ്റുന്നതാണ്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഇൻസ്റ്റാളേഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് ആക്ടിവേറ്റ് ചെയ്യണം. ഇത് നമുക്ക് ആക്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് തന്നെ ക്രാക്ക് ഫയൽ ഓപ്പൺ ചെയ്യുക. അപ്പോൾ ഇവിടെ നമുക്ക് വേഗാസും പ്രോട്ടീൻ എന്നും പറഞ്ഞ് 2 ഫോൾഡർ കാണാൻ പറ്റും, 2 ഫയൽ കാണാൻ പറ്റും. അപ്പോൾ ഇത് രണ്ടും നമുക്ക് കോപ്പി ചെയ്യാം. എന്നിട്ട് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്തതിൻ്റെ ഫയൽ ലൊക്കേഷനിൽ എടുക്കണം. ഓപ്പൺ ഫയൽ എടുക്കുക. ഓപ്പൺ ഫയൽ ലൊക്കേഷൻ എടുക്കുക. അപ്പോൾ ഇവിടെ നമ്മൾ ആ കോപ്പി ചെയ്ത ഫയൽ കൊണ്ട് പേസ്റ്റ് ചെയ്യുക. റീപ്ലേസ് ദ ഫയൽ ഡെസ്റ്റിനേഷൻ കൊടുക്കുക, ടിക്ക് കൊടുത്തിട്ട് കണ്ടിന്യൂ ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മൾ ആ ഫയലും കൊണ്ട് പേസ്റ്റ് ചെയ്തു. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഫുള്ളായിട്ട് കണ്ടാൽ മാത്രമേ എങ്ങനെയാണ് ആക്ടിവേറ്റ് ചെയ്യണം എന്നുള്ളൊരു ഇൻഫർമേഷൻ കിട്ടുള്ളൂ. അപ്പോൾ നിങ്ങളത് പ്രോപ്പറായിട്ട് വാച്ച് ചെയ്യുക. അപ്പോൾ ഇനി നമ്മൾ ദ വേഗാസ് 180 എന്ന് പറഞ്ഞ ഫോൾഡർ റൺ ആസ് അഡ്മിനിസ്ട്രേറ്റർ ഓപ്പൺ ചെയ്യുക. എസ് കൊടുക്കുക. അപ്പോൾ ഇങ്ങനൊരു ഇൻ്റർഫേസ് വരുന്നതാണ്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ സോണി വേഗാസ് ഓപ്പണായി കിട്ടിയിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് സുഖമായിട്ട് തന്നെ ഇത് എഡിറ്റ് ചെയ്യാവുന്നതാണ്. ഇത് കുറച്ച് അഡ്വാൻസ്ഡും കൂടിയാണ്. അപ്പോൾ നിങ്ങൾക്ക് കുറേ ഫയൽസൊക്കെ ഇത് കിട്ടുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് പ്രീമിയർ പ്രോ പോലെ ഒരു വലിയ സോഫ്റ്റ്വെയർ നിങ്ങൾക്ക് റൺ ചെയ്യേണ്ട നിങ്ങളുടെ സ്പെക്സ് നിങ്ങളുടെ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെയുള്ള ഒരു സോഫ്റ്റ്വെയർ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഞാൻ ഇതിനു മുമ്പും ഫിലിമോറ എന്ന് പറഞ്ഞൊരു സോഫ്റ്റ്വെയർ നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അതും നിങ്ങൾക്ക് യൂസ് ചെയ്യുന്നതാണ്. അതിൻ്റെ ഡൗൺലോഡിംഗ് ലിങ്ക് ഞാൻ ലിങ്കിൽ ഐക്കണിൽ കൊടുത്തേക്കാം. നിങ്ങൾക്ക് അതുവഴി ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ നമുക്കിത് ഹെൽപ്പ് നോക്കുമ്പോൾ കണ്ടോ, ചെക്ക് ഫോർ അപ്ഡേറ്റ് സോഫ്റ്റ്വെയർ, ഡീആക്ടിവേറ്റ് ദ സോഫ്റ്റ്വെയർ. അപ്പോൾ ഇത് ആക്ടിവേറ്റഡ് വെർഷനായി കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ വീഡിയോ പ്രോപ്പറായിട്ട് കണ്ടാൽ മാത്രമേ ഇത് നിങ്ങൾക്ക് എങ്ങനെയാണ് ആക്ടിവേറ്റ് ചെയ്യണമെന്നും കൂടി മനസ്സിലാവുകയുള്ളൂ. അപ്പോൾ ഇത്രയും നേരം വീഡിയോ കണ്ടതിൽ നിങ്ങൾക്ക് വളരെ നന്ദിയുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക.
Okay, okay friends, stay home, stay safe, bye bye.